വരുവിൻ പ്രിയജനമേ, തിരുയാഗവേദിയിൽ തിരുനാളം തെളിയുകയായി. യാഗവേളയിതാഗതമായി വരുവിൻ പ്രിയജനമേ, വരുവിൻ ജനപദമേ, ബലിയർപ്പിക്കാനണയും ബലിചരിതന്യത്താൽപൂരിതരായി സുവിശേഷങ്ങളാകും യേശുവിൻ സുവിശേഷങ്ങളേകൂ. വരുവിൻ ജനപദമേ, ബലിയർപ്പിക്കാനണയും ബലിചരിതന്യത്താൽ പൂരിതരായി സുവിശേഷങ്ങളാകും യേശുവിൻ സുവിശേഷങ്ങളേകൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ജെറുസലേമിൽ വിചാരണ ചെയ്യപ്പെടുന്ന രംഗമാണ് ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത്. അപ്പോസ്തലൻ ചെയ്ത പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിന് വിചാരണയ്ക്ക് ഒരുങ്ങപ്പെടുകയാണ്, വിചാരണ നടത്തപ്പെടുകയാണ്. സദുക്കേലും പരീക്ഷയിലും രണ്ട് വിഭാഗമായി തിരിഞ്ഞ് വളരെയധികം വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോസ്തലൻ നീക്കപ്പെടുന്നു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന അപ്പോസ്തലൻ യേശു പ്രത്യക്ഷപ്പെട്ട് വീണ്ടും ധൈര്യപ്പെടുത്തുകയും റോമായ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. പൗലോസ് ക്രിസ്തുവിനെ അനുകരിക്കുന്നതിൽ ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായി. അതുകൊണ്ട് തന്നെ ക്രിസ്തു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും സ്ഥിരീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷത്തിൽ യേശു പഠിപ്പിക്കുന്നത് പിതാവും ഞാനും ഒന്നായിരിക്കുന്നു, ഞാനും എൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവരും ഒന്നായിരിക്കും. അങ്ങനെ പിതാവുമായിട്ട് അവരുടെ വലിയ ബന്ധത്തിൽ അവരെ ഞാൻ നിലനിർത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. ആ ഒരു ബന്ധം പിതാവിൽ നിന്ന് പുത്രനിലേക്കുള്ള, പുത്രനിൽ നിന്നും നമ്മിലേക്കുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ക്രിസ്തു പ്രതിപാദിക്കുന്നത്. നാം പുത്രനിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാണ് തുല്യമാണ്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അത് നമുക്ക് കാണുവാനും സാധിക്കും. ജ്ഞാനസ്നാനം എന്ന ഉദാശയോടെ, സ്ഥൈര്യങ്ങൾ എന്ന ഉദാശയോടെ, പരിശുദ്ധ കുർബാന എന്ന ഉദാശയോടെ ക്രിസ്തുവുമായിട്ട് ഒന്നിച്ചു നിൽക്കുന്നവരാണ്. ഉത്തമമായ ബന്ധത്തോടുകൂടെ പിതാവായ ദൈവത്തിലാണ് നാം ഉറച്ചു നിൽക്കുന്നത്. ബന്ധത്തോടുകൂടി മുന്നോട്ട് പോകാൻ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് സർവശക്തരോട് പ്രാർത്ഥിക്കുന്നു. തിരുസഭാമാതാവ് സീനായിലെ മിസ്റ്റർ ബർണദീന്റെ തിരുനാളാണ് ദിനം ആഘോഷിക്കുന്നത്. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു മിസ്റ്റർ ബർണദീൻ തന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു മാത്രമാണ് തന്റെ ജീവിതം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു പോകുവാനായിട്ട് ബർണദീന് സാധിച്ചു. പ്രതിസന്ധികളിൽ ആശങ്കാപരനാകാതെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള നല്ല മനസ്സ് നമുക്കും നൽകണമേ എന്ന് സർവശക്തരോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യുവതിയും നമ്മൾ വേർപിരിഞ്ഞു പോയ ജെറമിയാസിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാരുണ്യപൂർവ്വം അദ്ദേഹത്തെ ദിവരങ്ങളിൽ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ബലിയർപ്പിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമുക്ക് ഈ ബലിക്കാനായിട്ട് വരുന്നു. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളും ഞാൻ എന്ന് പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിച്ചാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ ആകയാൽ പറയുമ്പോൾ എല്ലാ മാലാഖമാരുടെ സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു,
എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ദിവ്യ ശുശ്രൂഷാധർമ്മങ്ങളാൽ അലങ്കരിച്ച ദാസൻ ജർമ്മയാശ്രീകൃതന്റെ ആത്മാവ് മഹത്വമറിയ സ്വർഗീയ ഭവനത്തിൽ നിന്നും ആഹ്ലാദിക്കുവാൻ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേയും ഞങ്ങളുടെ കാവമായ ഈ പ്രാർത്ഥന കേട്ടു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അക്കാലത്ത് യഹൂദന്മാർ പൗലോസിന്റെ മേൽ കുറ്റാരോപണം നടത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചനാസംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി. സമൂഹത്തിൽ ഒരു വിഭാഗം സദുക്കേയരും മറ്റുള്ളവർ പരിചയമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: സഹോദരന്മാരെ, ഞാനൊരു പരിചയപുത്രനുമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവൻ ഇത് പറഞ്ഞപ്പോൾ പരിചയരും സദുക്കായരും തമ്മിൽ അഭിപ്രായത്തിനെതിരെ ഉണ്ടാവുകയും അവിടെ കൂടിയിരുന്നവ രണ്ടു പക്ഷമായി തീരുകയും ചെയ്തു. കാരണം പുനരുത്ഥാനമോ ദൈവദൂതനോ ആത്മാവോ ഇല്ല എന്നാണ് സദുക്കായർ പറയുന്നത്. പരിസരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു. അവിടെ വലിയ ബഹളമുണ്ടായി. പരിസരത്തിൽപ്പെട്ട ചില നിയമങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ വാദിച്ചു: ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ദൂതനോ ഒരുപക്ഷെ ഇവരോട് സംസാരിച്ചിരിക്കും. തർക്കം മോർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു തീർമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. അടുത്ത രാത്രി കർത്താവ് അവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: ധൈര്യമായിരിക്കുക. ജെറുസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷി നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷി നൽകേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ വചനം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് എൻ്റെ കർത്താവ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ പാതയം അവിടുത്തെ കരങ്ങളിലാണ്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടെ നിന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങേ ശരണം വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു: പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും
അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വർഗ്ഗത്തിലേക്ക് കണ്ണുകളെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. പിതാവേ, അവർക്ക് വേണ്ടി മാത്രമേ അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങനിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങിരിക്കുന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കും. അങ്ങനെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയുന്നു. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണുവാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യജമാനായ പിതാവ് ലോകമങ്ങെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ ആ സ്നേഹം അവരുണ്ടാകേണ്ടതിന് ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതി മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ സ്വന്തത്തിന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ വിളി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം ഈ ദിവരഹസ്യങ്ങളിലൂടെ അങ്ങേദാസൻ ജെറമ്യാസിന്റെ അച്ഛൻ അവിടെ ഇവിടെ വിശ്വസതയോടെ പരികർമ്മം ചെയ്ത ഈ ദിവരഹസ്യങ്ങൾ അദ്ദേഹം നിത്യകാലം വ്യക്തമായി ദർശിക്കുവാൻ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിചിതവും ന്യായവുമത്രേ. കർത്താവേ,
സർവശക്തനും നിത്യനുമായ ദൈവം, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിന്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും വരച്ചൊരു ധാരണമാണ്. അവരുടെ കാലത്തോട് ഞങ്ങളെ സർവം ചേരുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവ്വം പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാണ്. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സന്തുലിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായിരുന്നില്ല അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്നത് അങ്ങ് വിരമിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൽ കാഴ്ച അതേ ആത്മാവായി പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കും. എന്തെന്നാൽ അവിടെ വെച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ്. അപ്രകാരം തന്നെ അത്താഴത്തിൽ പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അറിയിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ വരുന്നതുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവ് അങ്ങേ
അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പിടാസങ്ങൾ മകനീയമായ സദാരവും ഒന്നുകൊണ്ടും അവിടുത്തെ പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവിതായുധവും പരിപാലനവുമായി വരും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ചരിത്ര കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ നാം ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു അങ്ങേ തിരുക്കുമാരന്റെ ശരീരക്തങ്ങളാൽ പരിപൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലെ ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ലഭിക്കുവാൻ ദയക്ക് വിശിഷ്യാദേവമാതാവായ ഏറ്റവും പരിഷ്കരിക്കാമേക്കും ആ കനികളുടെ ഭർത്താവായ ഭാഗ്യങ്ങളുടെ ഔഷധത്തിനോടും അനുഗ്രഹിക്കുന്ന അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും ഈ ദിനത്തിന്റെ വിശുദ്ധനായ ശ്രീനായ വിശ്വാസനദീനോടും ഞങ്ങളുടെ മധ്യസ്ഥായ കുടുംബത്തോടും എല്ലാ വിശുദ്ധരോടും തന്നെ സന്നിധികളുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെയും വലിയ സർവ്വലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാനിടയാക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപരാധ്യക്ഷനായ സാമുവേൽ മെത്രാൻ പദവിയുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും വർദ്ധിക്കുവാൻ തന്നെ അങ്ങേ തിരുമുഖക്കുവാൻ അനുഗ്രഹമുള്ളമായ കുടുംബത്തിന്റെ അപേക്ഷകളുടെ ആഗ്രഹം കേട്ടറിയണം. കാര്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിലേക്ക് ദയാപൂർവ്വം വർദ്ധിപ്പിക്കും. ഞങ്ങളുടെ മതിയടന്റെ സഹോദരി അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വതാത്മകമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങേ ലോകത്തിന്റെ മേൽ വർഷിക്കുന്നു. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ പൂജിതനായ ദിവ്യോപദേശത്താൽ നിർഭയം നമുക്ക് കേട്ടുപോകാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങളുടെ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള പാടിയുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കും. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിവാർ നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാവശ്യങ്ങളെപ്പോഴും പാപമോചരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. അങ്ങേ അപ്പോസ്തലന്മാർ അറിയിച്ചത് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കണ്ടാകും. അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ തന്നെ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും
ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ പാപം നീക്കുന്നത് ദിവ്യകുഞ്ഞാന്റെ വിരുദ്ധരാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എന്നെ ആത്മാവസ്ഥ പ്രാപിക്കും. കാരുണ്യത്തിൽ യേശുവും ഞാനും പൂർണ്ണമായൊന്നാകുന്നു. ആഴിയിൽ വീഴും ഒരു തുള്ളി വെള്ളം അലിഞ്ഞലിഞ്ഞൊന്നാകും പോലെ ദിവ്യകാരുണ്യത്തിൽ യേശുവും ഞാനും പൂർണ്ണമായൊന്നാകുന്നു. ആഴിയിൽ വീഴും ഒരു തുള്ളി വെള്ളം അലിഞ്ഞലിഞ്ഞൊന്നാകും പോലെ ഇന്നലെയോളം ഞാനും എന്നാഥനും ഒന്നായിത്തീർന്നിരുന്നില്ല. ഇന്നലെയോളം ഞാനും എന്നാഥനും ഒന്നായിത്തീർന്നിരുന്നില്ല. ഇന്നിപ്പോഴൊന്നായ ഞങ്ങൾ ഭിന്നിച്ചിരിക്കുകയില്ല. ഭിന്നിച്ചിരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, രക്ഷാകരമായ പ്രകാശ സ്വീകരിക്കുന്നങ്ങൾ അംഗീകാരം യാചിക്കുന്നു. ഭൂമിയിൽ അങ്ങേ രഹസ്യങ്ങളുടെ കാര്യസ്ഥനാകുവാനിടയാക്കി അങ്ങേ ദാസനും ജർമ്മിയാസ്തിക്കൂസൻ സ്വർഗത്തിൽ ഈ ദിവരഹസ്യങ്ങളുടെ തെളിവാർന്ന യാഥാർത്ഥ്യം അനുഭവിക്കുവാനും ഇടയാക്കി. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകഴിഞ്ഞേ. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സമാപിച്ചു പോകുക. കർത്താവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കട്ടെ. ധന്യവിശുദ്ധന്മാരെ
നിന്നെ വിളിച്ചു മിശിഹാനാഥൻ തന്നോട് സവിധം കൈക്കൊള്ളണമേ രക്ഷകനീശൻ തൻ തിരുകൃപയാലെ തൻ തിരുകൃപയാലെ വരുവിൻ ധന്യവിശുദ്ധന്മാരെ രക്ഷണമിയാക്കു നൽകാം. വരുവിൻ മാനവവൃന്ദമിയാളെ എതിരേൽപ്പാനതി ഓതം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ.